മോറീസിൽ ഇപ്പോൾ എത്തും. ആ പെൺകുട്ടിയെ എനിക്ക് സഹായിക്കണം. മാർക്കോസ് വീണ്ടും ആ മുറിയിലേക്ക് പോയി. അവളെ വീണ്ടും ദ്രോഹിക്കുകയാണ് അവൻ. മാർക്കോസ് അവന്റെ കഴുത്തിനെ പിടിച്ച് ഒരൊറ്റ തള്ളി. അവൻ ആ സീറ്റിലേക്ക് തെറിച്ചു വീണു. അവന്റെ മൂക്കിൽ നിന്ന് ഒരുപാട് ചോര പോയി. ഇനി മേലാൽ നീ ഇവളെ ദ്രോഹിച്ചാൽ എന്റെ സ്വഭാവം നീ അറിയും, മാർക്കോസ് വലിയ ദേഷ്യത്തോടെ പറഞ്ഞു. അവളെ മാർക്കോസിന്റെ സീറ്റിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് മാർക്കോസിന്റെ ബാഗിൽ നിന്ന് ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്ത് മുറിവുകളൊക്കെ ഉണക്കിയതിനു ശേഷം മാർക്കോസ് അവളോട് ഒന്ന് വിശ്രമിക്കാൻ പറഞ്ഞു. അങ്ങനെ മോറീസിലേക്കുള്ള സമയം അടുത്തുകൊണ്ടിരുന്നു. ലില്ലി ആന്റക്കിന്റെ വീട്ടിലേക്ക് വഴി കാണിക്കുന്നു. മോറീസ് സ്റ്റേഷനിലെത്തി. മാർക്കോസും ലില്ലിയും ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ സ്റ്റേഷനിൽ ഒരു കൊച്ചു പോലീസ് സ്റ്റേഷൻ കണ്ടു. മാർക്കോസ് ലില്ലിയോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞു. സ്റ്റേഷനിൽ എന്തൊക്കെയോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. കുറേ കുതിരവണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയായിരുന്നു. മാർക്കോസ് പോലീസ് സ്റ്റേഷന്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ കുറേ ക്യാമ്പിലുള്ള ആൾക്കാരെ കണ്ടു. ലില്ലി പതിയെ മാർക്കോസിന്റെ അടുത്തേക്ക് പോയി. ഞാൻ മോറീസിലേക്ക് എത്തിയത് ഒരു കാര്യത്തിന് വേണ്ടിയായിരുന്നു സർ, മാർക്കോസ് ഇൻസ്പെക്ടറോട് പറഞ്ഞു. അലക്സാണ്ടർ ആയിരുന്നു അവിടുത്തെ ഇൻസ്പെക്ടർ. പുള്ളി മാർക്കോസിന്റെ ഒപ്പം വരാം എന്ന് സമ്മതിച്ചു. എൻ്റെ കൂടെ ഒരു പെൺകുട്ടിയുണ്ട് ലില്ലി. അവളെ ഞാൻ എൻ്റെ കൂടെ കൂട്ടിയതാണ്. ഇവിടെ ഒരുപാട് കുതിരവണ്ടികൾ കാണുന്നുണ്ടല്ലോ. അങ്ങനെ അവർ രണ്ടുപേരും ഇൻസ്പെക്ടറുടെ വണ്ടിയിൽ കയറി. മാർക്കോസിന് ആന്റക്കിന്റെ കുടുംബത്തെ കാണണമായിരുന്നു. ലില്ലിയോടും അലക്സാണ്ടറിനോടും വലിയ ചങ്ങാത്തമായിരുന്നു മാർക്കോസിന്.